ഒരു ക്രിക്കറ്റർ അല്ലെങ്കിൽ ഫുട്ബോളർ അവന് കാണികളെ ആവേശക്കടലിലാഴ്ത്താനും കാണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടാനും സാധിക്കും. അവൻ അതിനായി അവൻ്റെ മസിലുകൾ മാക്സിമം ലിമിറ്റിൽ പുഷ് ചെയ്യും. അതിവേഗം ചലിക്കുന്ന മസിൽസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായും കണ്ടിന്യൂസ് പെർഫോമൻസ് ചെയ്യുന്നതിനായും വലിയ എമൗണ്ടിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡിമാൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ മറുവശത്ത് മസിൽസ് മാക്സിമം എക്സേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് മസിൽ ടെമ്പറേച്ചർ ഉയരും. ഈ ഉയർന്ന ടെമ്പറേച്ചർ ബ്ലഡ് നിയന്ത്രിക്കുന്നത് തെർമോ റെഗുലേറ്ററി ഫംഗ്ഷനിലൂടെയാണ്. അത് ചൂട് അബ്സോർബ് ചെയ്ത് സ്കിന്നിന് താഴെയുള്ള ബ്ലഡ് വെസൽസിലൂടെ കടത്തിവിട്ട് വായുവിലേക്ക് ചൂട് കൈമാറുന്നതിലൂടെയാണ്. മസിലുകളുടെ മൂവ്മെൻറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നതിനും മസിലുകളെ നിയന്ത്രിക്കുന്നതിനും ഇപ്പോൾ ബ്ലഡിൻ്റെ ആവശ്യകത വർദ്ധിച്ചു. ഹേർട്ട് റേറ്റ് റെസ്റ്റിംഗ് റേറ്റിനേക്കാൾ 3 ഇരട്ടിയായി വർദ്ധിക്കുന്നു. ഈ പെട്ടെന്നുള്ള ഹേർട്ട് റേറ്റ് ഉയരുന്നത് ഹേർട്ട് ഇറഗുലറായിട്ട് ബീറ്റ് ചെയ്യാനും ഈവൻ ഹേർട്ട് ഫെയിലിയർ വരെ കാരണമാകുന്നു. ഇത് ക്രിക്കറ്റേഴ്സ് അല്ലെങ്കിൽ ഫുട്ബോളേഴ്സിന് കൃത്യമായി അറിയാം എങ്ങനെ ബോഡി വാംപ് ചെയ്ത് ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാമെന്ന്. അതിനായി അവർ ലൈറ്റ് ജോഗിങ്, സ്ട്രെച്ചിങ് പോലെയുള്ള വാമപ്സ് വഴി ഹേർട്ടിന് ആവശ്യമായ സമയം കൊടുക്കും, ഹേർട്ട് പമ്പിങ് ഫാസ്റ്റർ ആക്കുന്നതിനായി. ഇത് ഹേർട്ട് ഫെയിലിയർ പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കും. നിങ്ങളുടെ കൂട്ടത്തിലും പീക്ക് ഫിറ്റ്നസ്സിൽ നിൽക്കുന്ന 2 പ്ലേയേഴ്സിനെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.